അപ്പം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ അതിന് വേണ്ട മുളക് പറിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ മുറ്റത്ത് കുട്ടികൾ ഇങ്ങനെ തിന്നണുണ്ട്. അപ്പോൾ രസം. അപ്പോൾ ഞാൻ മുളക് പറിച്ച് ഉപ്പേരിക്ക് വേണ്ടി മുളക് പറിക്കാൻ വന്നതാണ് കേട്ടോ. ഇതെങ്ങനെ ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പം പോളി ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വൈക്കോലൊക്കെ കൊടുന്ന് വെച്ചപ്പോൾ ഇപ്പോൾ അവിടെ കൃഷി ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് മുളക് മരം മാത്രമേ ഉള്ളൂ. അപ്പം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വൈക്കോൽ അവിടെ വെച്ചേക്കാണ്, വില ഇല്ലാത്തതുകൊണ്ട്. അപ്പം അപ്പോൾ ചേനയും ചേമ്പൊക്കെ കുഴിച്ചിടുന്ന കാലമാണ്. അപ്പോൾ അതിന് അവിടെ വൈക്കോൽ വെച്ചിട്ട് പറ്റണില്ല. അപ്പോൾ ഒരു മുളക് മരം ഉണ്ട്. അപ്പോൾ നിറച്ച് മുളകുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് പറിക്കട്ടെ എഴുതിങ്ങാണ്ട് വന്നതാണ്. ഞാൻ ഉണ്ടാക്കണത് ഇന്ന് കാബേജും അതുപോലെ ബീട്രൂട്ടും വെച്ചിട്ട് ഒരു കളർഫുള്ള് ഉപ്പേരിയാണ്. ഞങ്ങളിവിടേക്ക് ഉപ്പേരി പറയും, ചിലർ തോരൻ പറയും, ചിലർ എന്താ പറയുക മെഴുക്ക് വരട്ടിയെന്നോ ഒക്കെ പറയും. ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയുക കേട്ടോ. ഉപ്പേരി നല്ല ടേസ്റ്റുള്ള ഉപ്പേരി ഉണ്ടെങ്കിൽ കറിയൊന്നും വേണ്ട, ചോറ്റുകൂട്ടി കുഴച്ച് തിന്നാൻ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാൻ കബേജ് ഒന്ന് ചെറുതായി മുറിച്ചെടുക്കണുണ്ട്. ഇങ്ങനെ വെട്ടുപലകമ്മ വെച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ചെറുതായി അരിഞ്ഞെടുക്കുക, ചെറിയ ഇതായിട്ട്. ഞങ്ങൾ കബേജ് അങ്ങനെ വാങ്ങാറില്ല, എന്നുള്ള സാലഡ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിന്. അപ്പോൾ അത് ബീട്രൂട്ടും ഉണ്ട് ഇവിടെ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഇന്ന് വീഡിയോ എടുക്കാമെന്നും കരുതി. കബേജ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടേക്കണം കേട്ടോ. ആദ്യമൊക്കെ പിന്നെ കബേജ് കേകിയിട്ട് ഇനി അരിഞ്ഞിന്, പിന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയത്. അപ്പം ഞാൻ അരിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു ബീറ്റ്റൂട്ടാണ്. അപ്പോൾ അതിൻ്റെ പകുതിയേ ഞാൻ എടുക്കണുള്ളൂ. പകുതി മുറിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് 4 പീസാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കബേജിൻ്റെ അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പോൾ 4 പീസാക്കിയിട്ട് അതും വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കിട്ടും. പിന്നെ നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണത് ഇങ്ങനെ പീസാക്കി എടുക്കുന്നത്. ചെറിയ കട്ടില്ലാതെ ആയിട്ട് കിട്ടും. ഈ കാബേജ് എന്താ വെച്ചാൽ അതിൽ എന്താണ് നമ്മൾ കൃഷി ചെയ്താൽ എങ്ങനെയായാലും പുഴു വരും. ഞങ്ങൾ കൃഷി ചെയ്ത് നോക്കിയതാണ്. നമ്മൾ ഇതിൽ ഓരോ ലീഫിലും അതിൻ്റെ ഉള്ളിലൊക്കെ പുഴു ഉണ്ടാവും. അപ്പോൾ അത് കൃഷി ചെയ്യുന്നിടത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് തൈ വെക്കുമ്പോൾ തന്നെ അതിന് പുഴു വരാതിരിക്കാനുള്ള വളടും പിന്നെ അതുപോലെ ഇലയിലൊക്കെ ഒരു മരുന്നടിച്ചിട്ടാണത് ഉണ്ടാക്കാറ്. അപ്പോൾ അതിന്മേൽ ഒരു പുഴു നല്ല ഷേപ്പിൽ കിട്ടുന്നത് എന്താ, നല്ല മരുന്ന് അതിന് കൊടുത്തിട്ടാണ്. അപ്പോൾ കഴിയുന്നതും ഞങ്ങൾ കബേജ് വാങ്ങാറില്ല. പിന്നെ ഈ സാമ്പാർ കൂട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ അതിലുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുമ്പോൾ വെക്കുന്നുള്ളൂ. അപ്പോൾ അതേപോലെ ചെറിയ പീസാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല കളർഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ടിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം തന്നെ കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ട് വെള്ളം കുറേ വാർന്നിട്ടാണ് പിന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെള്ളം പീച്ചു കൊണ്ട് വെക്കും. അപ്പം ഞാനൊരു എളുപ്പപ്പണി കേട്ടോ. ഇതിലേക്ക് വേണ്ട തേങ്ങ ഞാൻ ഇങ്ങനെ പീസാക്കിയിട്ട് ആണ് ചതച്ചെടുക്കണത്. നല്ല ചൂടാണ്. അപ്പോൾ ഇങ്ങനെ തേങ്ങയൊക്കെ ചേരേണ്ട അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടായിട്ട് ഇടക്കിടക്ക് ഫാനിൻ്റെ ചോട്ടിൽ വന്നിരിക്കും. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഐഡിയ കാണിക്കലാണ്. ഇങ്ങനെ ചിരണ്ടിനാൽ നല്ലത് ഇങ്ങനെ പൂണ്ടെടുത്തിട്ട് മിക്സിക്ക് ഇട്ടിട്ടാണ് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക, കറിക്കാണെങ്കിലും ഇതിക്കാണെങ്കിലൊക്കെ. അപ്പോൾ ഇത് എളുപ്പമുള്ള പണിയല്ലേ. നമ്മൾ ചിരവെടുത്ത് ഇങ്ങനെ കറ പറഞ്ഞിരിക്കണ്ടല്ലോ. ഇതാണ് ഈസിയുള്ള ഒരു പണിയാണ്. മിക്സിയിൽ ചതഞ്ഞ് കിട്ടുകയും ചെയ്യും. ഉപ്പേരിക്കാണെങ്കിലും കറിക്കാണെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചതച്ചെടുക്കണമെന്ന് കേട്ടോ. ഇതൊക്കെ ഞാൻ കാട്ടുന്ന ഓരോ ഐഡിയകളാണ് കേട്ടോ. ഇത് തേങ്ങ ചേരുമ്പോഴത്തേന് ഇങ്ങനെ കുലുങ്ങി തലയൊക്കെ ഇങ്ങോട്ട് പെരടിയൊക്കെ വേദനിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിക്കും. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഇതാ നല്ല സൂപ്പറായി ചിരട്ട എന്നൊക്കെ പോകുന്ന ടപ്പനയക്കണം ചിരട്ട. ഇനി ഇത് ഞാൻ ചെറിയ കഷ്ണമൊന്നും ആക്കാതെ ഇങ്ങനെ മിക്സിയിൽ കിട്ടണം. ഈ മിക്സിയിൽ അരഞ്ഞ് കിട്ടും. ഇനി പാടുള്ള മിക്സിയിലൊന്ന് നുറുക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്ന് എന്താ നമ്മൾ മിക്സിൻ്റെ പൾസില്ലേ അത് വെച്ചിട്ട് ഒന്ന് തിരിച്ചെടുത്താൽ മതി. ഒന്നല്ല ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കറന്ന് പറഞ്ഞെടുത്താൽ തന്നെ അത് അപ്പം ഉണ്ടോ എല്ലാം ചതഞ്ഞ് കിട്ടീന്. ഇനി ഇതിലേക്ക് പച്ചമുളകും
ഉള്ളികൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി കറക്കിയെടുത്താൽ മതി. അതിൽ ചതഞ്ഞിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തേങ്ങ കറിക്കൊക്കെ ആണെങ്കിൽ ഇതിൽ ഇങ്ങനെ ചതച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ നല്ല അരിഞ്ഞ് കിട്ടും, കഷ്ണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്നും കൂടി ചതച്ചെടുത്താണ്. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളകും കൂടിയും ചതച്ചെടുത്താണിത്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം, ഉപ്പേരി ഉണ്ടാക്കാം. ഇനി ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ട് ഇനി കടുക് ഇടണം. എന്നിട്ട് പിന്നെ അരിഞ്ഞ് വെച്ച കാബേജും അതുപോലെ ബീറ്റ്റൂട്ടും ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ കളർഫുള്ളൊക്കെ ആക്കി വെച്ചാൽ കുട്ടികളൊക്കെ നല്ലോണം കഴിച്ചോളും. അല്ലെങ്കിൽ അവർക്ക് കാബേജ് ഉപ്പേരി ഒന്നും ഇഷ്ടമല്ല. അതായി കാബേജ് അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബീറ്റ്റൂട്ടും ഇട്ട് കൊടുക്കുക. കാണുമ്പോൾ തന്നെ നല്ലൊരു കളർഫുള്ളായിരിക്കും. എന്താ ഭംഗി കാണാൻ. ഇത് വേകുമ്പോൾ കുറച്ച് കളറ് കുറയും കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഈ കാബേജ് കഴുകിയതായതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളം പൊടി, ആ വെള്ളം വറ്റിയിട്ടാണ് തേങ്ങ ചതച്ചിടുക. അപ്പോൾ 2 മിനിറ്റ് മൂടി വെക്കാം. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ കാബേജ് കഴുകിയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് ആ മൂടി വെച്ചപ്പം. ഇനി ഒന്ന് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കണ്ടോ. കുറച്ച് വെള്ളമുണ്ട്. അതുപോലെ ഈ ബീറ്റ്റൂട്ടിലും ഉണ്ടാവും കേട്ടോ. നമ്മൾ ചിരണ്ടി എടുത്തതാണെങ്കിലും വെള്ളം പൊടിയും. അത് അരിഞ്ഞതിന് മുമ്പ് കഴുകിയെടുക്കണതാണ് ബീറ്റ്റൂട്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ ചതച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തീ കുറച്ച് മൂടി വെച്ചിട്ട് ആവി കയറ്റിയിട്ട് നമുക്ക് എടുക്കാം. തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചതച്ചത് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക, ചെറിയ സിമ്മിലാക്കിയിട്ട്. പിന്നെ തീ കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവിയിൽ കടന്നിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മളെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു കളർഫുള്ളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടാക്കണവരുണ്ടാവും ഇക്കാരം, ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയണത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.